കേസ്. അപ്പോൾ കുറേ നാളായി ഫുൾ ലെങ്ത് വീഡിയോ യൂട്യൂബ് ചെയ്തിട്ട്. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഒരു യാത്ര പോകുന്നതാണ്. പിന്നെ തൃശ്ശൂർ ഗുരുവായൂർ പോയിട്ട് അവിടുന്ന് ഗവിയിലേക്ക് പോകാനാണ് നമ്മുടെ പ്ലാന്. അപ്പോൾ നമ്മൾ പോകുന്ന ഓരോ കാര്യങ്ങളും നമ്മളിതിൽ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ അല്ലേ. ഇതെൻ്റെ നവവധു അല്ല 1 year ആയി രൂപശ്രീ പഴക്കം ചെന്ന് നവവധു. ഇവിടുന്ന് തൃശ്ശൂരേക്ക് ആലപ്പി എക്സ്പ്രസ്സിനെ പോകുന്നത്. അപ്പോൾ അത് കണ്ണൂരിന്ന് 5:10 പോവാം. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്ത് ഞാനും രൂപശ്രീയും ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുക. UTS ആപ്ലിക്കേഷൻ മുഖേന നമ്മളെപ്പോഴും ടിക്കറ്റ് എടുക്കല്ലേ. അതാകുമ്പോൾ നമുക്ക് ക്യൂ ഒന്നും ഇല്ലാണ്ട് രക്ഷപ്പെടാം. മോർണിംഗ് അങ്ങനെ ക്യൂ ഒന്നും ഉണ്ടാവില്ല, എന്നാലും നമ്മൾ UTS വഴിയാണ് എപ്പോൾ എടുക്കാറ്. ഇനിയിപ്പോൾ 5:10 നമ്മൾ വീട്ടിൽ നിന്ന് 4 മണിക്ക് പുറപ്പെട്ടാൽ ഇനിയിപ്പം നമ്മൾ അരമണിക്കൂർ, ഇപ്പം 4:30 ആവുന്നേ ഉള്ളൂ, അരമണിക്കൂർ വെയിറ്റ് ചെയ്യാനുണ്ട്. നമ്മളെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ പറഞ്ഞാൽ എയർപോർട്ട് വരെ എന്താ എസ്കലേറ്റർ ഒക്കെ ഉണ്ട്. നിങ്ങൾ ഏത് ജില്ലയിലാണ്? നിങ്ങളുടെ ജില്ലയിൽ ഇതുപോലത്തെ എസ്കലേറ്റർ ഉണ്ടെങ്കിൽ പറയട്ടാ. എല്ലാവരും ഉണ്ട്. പക്ഷെ കണ്ണൂർ വേറെ തന്നെ എസ്കലേറ്റർ സ്പീഡിലെത്തി, സംഭവം മുകളിലെത്തി. നമ്മൾ ഏകദേശം ഒരു 2 മിനിറ്റ് കൊണ്ട് മുകളിലെത്തിയിട്ടുണ്ടാവും അല്ലേ എസ്കലേറ്ററിന്. നല്ല ഫാസ്റ്റ് ഇവിടുത്തെ എസ്കലേറ്റർ. നമ്മൾ കുറേ ടൈം അവിടെ ഫസ്റ്റിലേക്ക് നിന്ന് വെയിറ്റ് ചെയ്ത് നിന്ന് നോക്കുമ്പോൾ അവിടെ അല്ല പോലും ഇപ്പോൾ ആലപ്പി ട്രെയിൻ വരുന്നത് 3rd ലെവലും. അതുകൊണ്ട് 3rd ലേക്ക് മാറി നടന്ന് വരിക. നോക്കുമ്പോൾ ട്രെയിൻ ഇവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. ആലപ്പിൻ്റെ അല്ലേ ഇതാ, ആലപ്പിൻ്റെ ഇതല്ലേ ആയിരിക്കാം. അങ്ങനെ ട്രെയിനിൻ്റെ ഉള്ളിൽ കയറി സമയത്ത് അവൻ്റെ ഒരു സമൂസയും മടിയും മേടിച്ചിരുന്നു. അത് തിന്നുന്ന വലിയ തിരക്കൊന്നുമില്ല കേട്ടോ, നമ്മൾ മാത്രമേ ഉള്ളൂ അല്ലേ. നമ്മളെ സ്വന്തം ട്രെയിന്. ഇനിയിപ്പോൾ തൃശ്ശൂർ എത്തിയിട്ട് ബാക്കിയുള്ളതാണ് കേസ്. കുറച്ച് ഉറങ്ങിട്ട് ഓക്കെ ഉറങ്ങാത്തോണ്ടായിരിക്കും ജസ്റ്റ്. അങ്ങനെ നമ്മൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. ഇനി ഇവിടുന്ന് ഗുരുവായൂരിലേക്കുള്ള ട്രെയിൻ കയറണം. എത്ര മണിക്കാണ്? 11:30. 5 മണിക്ക് പുറപ്പെട്ടതുകൊണ്ട് എന്തെങ്കിലും ഞണ്ണാൻ വേണ്ടിയിട്ടൊരു ഹോട്ടൽ വേണ്ടിയിട്ടുള്ളത് അല്ലേ. കഷ്കുണ്ടാ? അപ്പോൾ അതാണ് കേസ്. അതുകൊണ്ട് നോൺ വെജ് ഒന്നുമില്ല, വെജ് ഓൺലി. ഫുഡ് ട്രാക്കിൽ കയറിയിട്ടാണുള്ളത്. സോ ഇവിടെ ഇപ്പം ആകെ അവൈലബിൾ ഉള്ളത് ഇഡ്ഡലിക്കാണ്. അപ്പോൾ ഇഡ്ഡലി ഓർഡർ ചെയ്തിട്ടുണ്ട്. നമ്മൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. സംഭവം ഇതാ വരുന്നുണ്ട്. പറഞ്ഞ പോലെ ഇഡ്ഡലി ഇട്ടിട്ടാ കഴിക്കട്ട്. നല്ല വിശപ്പുണ്ട്. സോഫ്റ്റ് ഉണ്ടാവും അല്ലേ. ചാവ ചാവ കൊണൂല വലിയ കൊണൂലാണ് കേസ്. ജോസിൻ്റെ എക്സ്പ്രഷൻ കാണുമ്പോൾ അവിടുത്തെ ഫുഡ് തന്നെ മൂഞ്ചി. ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ എപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടെങ്കിൽ മൂഞ്ചിലുണ്ട്. അപ്പോൾ പിന്നെ ഇവിടെ കല്യാണം കഴിച്ചൊരു ഉപകാരം എന്ന് വെച്ചാൽ ഞാൻ എത്ര മൂഞ്ചിയ ഫുഡാണെങ്കിൽ ഞാനത് കഴിക്കും. അപ്പോൾ ഇവിടെ ബാക്കി വെക്കുന്ന ഫുഡ് ഞാൻ കഴിച്ചു. അങ്ങനെ ലാഭമുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ബസ് കയറാൻ വേണ്ടി പോകുന്നതാണ് ഗുരുവായൂരേക്ക്. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ കുറച്ച് കിടക്കാനുള്ളൂ നമ്മുടെ ബസ് സ്റ്റാൻഡിലേക്ക്. അവിടെ നടന്നിട്ട് പോയിട്ട് വേണം നമുക്ക് ഗുരുവായൂരേക്കുള്ള ബസ് കയറാൻ വേണ്ടി കേട്ടോ അല്ലേ. ഈ റൂം എടുത്ത് രൂപശ്രീ ധാവണിക്ക് ഇട്ടിട്ട് മാറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ മാറ്റിക്കഴിഞ്ഞ് 12:30 ആകുമ്പോഴത്തേക്ക് നട കൂട്ടും. അപ്പോൾ അപ്പോഴത്തേക്ക് എത്തണം. ഇപ്പം ഏകദേശം 11:45. അവിടെ പോയിട്ട് പ്രാർത്ഥിച്ചിട്ട് വേണം നമുക്കിനി ഇവിടുന്ന് പത്തനംതിട്ട ഗവിയിലേക്ക്, അല്ലെങ്കിൽ പത്തനംതിട്ടയിൽ പോയിട്ട് വേണം നാളെ രാവിലെ 5:10 ഗവിയിലേക്കുള്ള ബസ് വരുന്നത്. അപ്പോൾ നമ്മൾ വേഗം ഇറങ്ങണം. രൂപശ്രീ ഇവിടെ ഉറങ്ങുന്ന തിരക്കില്ല. അതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. രൂപശ്രീ ഇവിടെ ഫുള്ള് ഒരുങ്ങിയിട്ട് വരുന്നുണ്ട്. നമ്മൾ ഗുരുവായൂർ എപ്പം വരുമ്പോഴും ഒടുക്കത്തെ തിരക്കാണ്. ഇപ്രാവശ്യം വരുമ്പോൾ അങ്ങനെ വലിയ തിരക്കില്ല. ബാക്കിയുണ്ടായി നമ്മൾ വന്നതുകൊണ്ട് വലിയ തിരക്കോ കാര്യങ്ങളോ ഇല്ല. ഈ നമ്മൾ വിചാരിച്ച പോലെയല്ല, ഒരു കുട്ടികളും ഇല്ല വെച്ച് നോക്കുമ്പോഴത്തേക്ക് തെച്ചോ ആൾക്കാരാണ്. നമുക്ക് ദർശനം പോലും കിട്ടിയില്ല. പുറത്ത് നമ്മൾ ദർശനം ഇതാക്കിയിട്ട് പോകാറില്ല. സ്പെഷ്യൽ ദർശനത്തിന് 1000 രൂപ എന്നതാക്ക്. നമുക്കതൊരു റിസ്ക് എടുക്കാൻ വേണ്ടി താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് ഭഗവാനെ കണ്ടിട്ട് പോകാമല്ലേ. പോവാം. അങ്ങനെ ദർശനം കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഗുരുവായൂരിൻ്റെ പുറത്തുള്ള
അപ്പോൾ ഒരു വെജ് ഫ്രൈഡ് റൈസും അതേപോലെ തന്നെ ഒരു ഗോബി 65 വെജ് ബിരിയാണി പറഞ്ഞു കഴിച്ചു കൂട്ടെ. ഈ ഹോട്ടൽ കുറച്ച് നൈസാണ്, നല്ല ഭംഗിയുണ്ട് അല്ലേ. കഴിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ബില്ല് കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ. എന്നാ വെച്ചാൽ എന്നാ വാങ്ങിച്ചത് ഗോബി 65 ബിരിയാണി വെജ് ഫ്രൈഡ് റൈസും പിന്നെ പപ്പടം എക്സ്ട്രാ വേണമെന്നൊക്കെ എക്സ്ട്രാ പപ്പടം മേടിച്ചിട്ടുണ്ട് കേട്ടോ. സംഭവം നല്ല ടേസ്റ്റാണ് അല്ലേ, കൊള്ളൂല്ലേ? കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ. ഫുഡ് കഴിച്ച് കൈ കഴുകാൻ വേണ്ടി പറ്റാണ്. ഫുഡ് എങ്ങനെയായിരുന്നു? നൈസ് ഫുഡായിരുന്നു, പക്ഷെ പൈസ കുറച്ച് ജാസ്തി തോന്നുന്നു. വീട്ടിലെ ഹോട്ടലായതുകൊണ്ടായിരിക്കും മേ ബി. ബില്ല് ആൻസർ കേട്ടോ അല്ലേ. എപ്പോഴുള്ള പരിപാടിയാണ് ഇങ്ങനെ മിറർ സെൽഫ് എടുക്കല്. എങ്ങനെയുണ്ട് വെറൈറ്റി അല്ലേ. നമ്മുടെ ബില്ല് ടോട്ടലായത് കേട്ടോ. വെജ് ഫ്രൈഡ് റൈസും ഗോബി 65 ബിരിയാണി. ഇപ്പോൾ കയറിയ ഹോട്ടൽ ഇതാണ്, ഹരേ ലക്ഷ്മി പ്യൂർ വെജ് റെസ്റ്റോറൻറ്റ്, നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിൻ്റെ തൊട്ടടുത്തായിട്ട്. ഇനിയിപ്പോൾ റൂമിലേക്ക് പോകണം. അതേപോലെ തന്നെ പത്തനംതിട്ടയിലേക്കുള്ള ബസ് ഏതാണുള്ളത് KSRTC ബസ് സ്റ്റാൻഡിൽ പോയിട്ട് അന്വേഷിക്ക് പോകണം, എന്നിട്ട് റൂമിലേക്ക് പോകാൻ വേണ്ടി പറ്റും. ഗുരുവായൂർ ക്ഷേത്രപ്രവേശന സത്യാഗ്രഹ സ്മാരകം AKG കവാടം ഇതുവഴിയാണ് നമുക്ക് അപ്പുറത്തേക്ക് പോകേണ്ടത്, നമ്മുടെ റൂമിലേക്ക് പോകേണ്ടത്. അപ്പോൾ ഇവിടുന്ന് ബസ്സിൻ്റെ അന്വേഷിച്ചിട്ട് വേണം റൂമിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഗുരുവായൂർ KSRTC പക്ഷേ ബസ്സില്ല, അതുകൊണ്ട് ഇങ്ങനെ ബസ് കാത്ത് ഇപ്പോൾ അവിടെ പോയിട്ട് തൃശ്ശൂർ പോയിട്ട് അവിടെ പത്തനംതിട്ട ബസ് ഇങ്ങനെ ബസ്സിന് വേണ്ടി ഏകദേശം 3:20 വരുന്നതന്നെ പറഞ്ഞത്. 3:20 ബസ്സും കാത്തിക്കുക. 3:20 ബസ് കയറിയിട്ട് നമ്മൾ തൃശ്ശൂർ പോയിട്ട് വേണം അവിടുന്ന് 4:20 ബസ് കയറാൻ വേണ്ടിയിട്ട് പത്തനംതിട്ടയിലേക്ക്. കേസ് അങ്ങനെ തൃശ്ശൂരിൽ നിന്ന് ബസ് കയറിയിട്ട് വന്നു. അപ്പം അങ്ങനെ വന്ന സമയത്ത് പത്തനംതിട്ട ബസ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് നമുക്കൊരു 5-6 മണിക്കൂർ പോകാനുണ്ട്. പത്തനംതിട്ട ബസ് കയറ്റുള്ള കേസ് ഒടിച്ചിട്ടിരുന്നേ നോക്കും, ഒടുക്കത്തെ വെയിൽ അല്ലേ. ഇതിൽ 5-6 മണിക്കൂർ പത്തനംതിട്ട, അതിനുശേഷം മോർണിംഗ് 5:30 ഗവി. സുജുമോൾ സമയം 6:26 ഇരുമ്പോഴെത്തി. എന്താണ് പേരെന്താണ് ഇത്? പരിപ്പടി മേടിച്ച് തന്നാൽ വേണ്ടിയിട്ടാണ് വെച്ചിട്ടുണ്ട്. പിന്നെ രൂപപ്പെട്ട പ്ലീസ് ചപ്പാത്തിയോ പിന്നെ ചില്ലും ഇങ്ങോട്ട് കൊള്ളാം കൊള്ളാം കഴിക്കട്ടെ പോയി കിടന്നു പോയിട്ട്. കേസ് അങ്ങനെ നമ്മൾ പത്തനംതിട്ട എത്തി. ഇനി റൂം നോക്കണോ. അവിടെ 5:30 ഇവിടുന്ന് ഗവിയിലേക്കുള്ള ബസ്സല്ലേ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും മാറ്റങ്ങൾ പോരായ്മകളുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞുതരാം. അപ്പോൾ അടുത്ത വീഡിയോ നമ്മളത് അടിപൊളിയായിട്ട് മാറ്റുന്നതായിരിക്കും. സോ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ. ഗുഡ് നൈറ്റ്.